ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വ്യാഴ മാറ്റത്തെക്കുറിച്ചാണ്. നിലവില് വ്യാഴം ഇടവം രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 2025 മെയ് 15 കൂടി ഇടവം രാശിയിൽ നിന്ന് വ്യാഴം മിഥുന രാശിയിലേക്ക് മാറുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഫലം. അപ്പം ഇപ്പൊ നിലവിൽ ഈ ഒരു വീഡിയോയിൽ മേടം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർ, അതുപോലെ ഇടവം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അങ്ങോട്ടുള്ള വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുന്നതാണ്. അപ്പം വ്യാഴം ഗുരുവാണ് വ്യാഴം. അപ്പം വളരെയധികം ബലവാനായ ഒരു ഗ്രഹം കൂടിയാണ് വ്യാഴം നമുക്ക് വളരെയധികം ഫേവറബിൾ ആയിട്ടുള്ള, വളരെ നമുക്ക് വേണ്ടിയ രീതിയിൽ നിൽക്കേണ്ട ഒരു ഗ്രഹമാണ് വ്യാഴം. പ്രത്യേകിച്ച് ധനപരമായി, ജീവിതത്തില് സന്തോഷം, അതുപോലെ ബഹുമാനം, ഐശ്വര്യം, ഇതെല്ലാം നമുക്ക് തരുന്നത് വ്യാഴഗ്രഹമാണ്. അപ്പം വ്യാഴഗ്രഹം ഇപ്പം നിലവിൽ ഇടവം രാശിയിൽ വ്യാഴഗ്രഹം നിൽക്കുന്നു. ഇടവൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഇപ്പം മേടം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം, ഇവർക്ക് നിലവിൽ 2ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴത്തിന്റെ എല്ലാ ഗുണങ്ങളും ഇപ്പൊ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മെയ് 15 ആവുമ്പോൾ വ്യാഴം മിഥുന രാശിയിലോട്ട് മാറുകയാണ്. അങ്ങനെ മാറുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ, ഇപ്പം ഞാൻ പറഞ്ഞ മേടം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ചെറുതായിട്ടുള്ള ജോലിയിലുള്ള ക്ലേശങ്ങൾ നേരിടേണ്ടി വരുന്നു. അവർക്ക് അവരുടെ ഹയർ അതോറിറ്റീസ്, അവരുടെ മുകളിലുള്ള മാനേജേഴ്സ് അവരെ പ്രീതിപ്പെടുത്താനുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു. ജോലി സംബന്ധമായ പ്രശ്നം, അതുപോലെ ജീവിതത്തിൽ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പം മെയ് 15 വരെ അവർക്ക് കുഴപ്പമില്ല. അതിനുശേഷമാണ് ഇത് പറയുന്നത്. കാരണം വ്യാഴം 3ാം ഭാവത്തിലോട്ട് മാറുകയാണ്. 3ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ക്ലേശങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥാനമാണ്, പ്രത്യേകിച്ച് കുടുംബപരമായിട്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചെറുതായിട്ട് പുറകിലോട്ട് നിൽക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു 2025 മെയ് മുതൽ പിന്നുള്ള ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ നിലനിൽക്കുന്നത്. അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ മേടം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കുറച്ച് പാടായിട്ടുള്ള ഒരു വർഷമാണ്. ഒരു വ്യാഴമാറ്റത്തോടു കൂടി അടുത്ത ഒരു വർഷം കുറച്ച് ഒരു വ്യാഴത്തിന്റെ പൂർണ്ണ ഒരു കടാക്ഷൻ കിട്ടാത്ത ഒരു ഭാവമാണ് വരാൻ പോകുന്നത്. അപ്പം അവര് ഒന്ന് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് വൈഷ്ണവ പ്രീതി, മഹാവിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് വളരെയധികം നല്ല കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രം, അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ ഏത് അവതാരം ആയാലും ഏത് ക്ഷേത്രത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് ദേവനാണോ ആ ക്ഷേത്രത്തിൽ പോവുക. അങ്ങനെയുള്ള യഥാശക്തി വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വ്യാഴത്തിന്റെ ആ ഒരു സ്വാധീനം നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇതാണ് മേട രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വ്യാഴം മാറ്റം കൊണ്ട് സംഭവിക്കുന്ന കാര്യം. അപ്പൊ അവർക്ക് നിലവിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ഒരു വ്യാഴമാറ്റത്തിൽ അവർക്ക് ചെറിയ ക്ലേശങ്ങൾ അടുത്ത ഒരു വർഷത്തേക്ക് നേരിടേണ്ടി വരും. അടുത്തത് ഇടവം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരെ പറ്റിയാണ്. അവർക്ക് ഈ മെയ് 15 കൂടി വ്യാഴം മിഥുന രാശിയിലേക്ക് വരുന്നു. മിഥുന രാശി എന്ന് പറയുന്നത് ബുധന്റെ സ്വക്ഷേത്രമാണ് മിഥുന രാശി. അപ്പൊ മിഥുന രാശിയിൽ വ്യാഴം വരുന്നതോടുകൂടി ഇടവം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, അതുപോലെ രോഹിണി, മകയിരം പകുതി, ഇവർക്ക് നിലവിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിൽക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായ തടസ്സങ്ങളെല്ലാം മാറുന്നു. ജോലിയിൽ അവർ വിചാരിക്കുന്ന രീതിയിൽ, നല്ല രീതിയിൽ ഉള്ള ഉയർച്ച, അതുപോലെ വിദ്യാർത്ഥികൾ പഠന മികവോടുകൂടി നല്ല രീതിയിൽ പാസ്സാകാനുള്ള ഒരു അവസരമാണിത്. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാനുള്ള ഒരു സമയം. വിവാഹം ആലോചിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് വിവാഹം മുടങ്ങി എത്ര ആലോചിച്ചിട്ടും ആകാത്തവർക്ക് വിവാഹം പെട്ടെന്ന് നടക്കാനുള്ള ഒരു ഭാഗ്യം കൂടി വ്യാഴം കടാക്ഷിക്കുന്നു ഇടവം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. അപ്പം ഇവർക്ക് നല്ല രീതിയിൽ ഉള്ള ഐശ്വര്യം വ്യാഴം നൽകുന്നതാണ്. കാരണം വ്യാഴം 2ാം ഭാവത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് കുടുംബപരമായി ഐശ്വര്യം, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം വ്യാഴം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പം അവർക്ക്, പക്ഷെ വ്യാഴം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യാഴം
ശുഭഗ്രഹമാണ് എങ്കിൽ പോലും കേന്ദ്രഭാവങ്ങളിൽ വ്യാഴം അശുഭ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേന്ദ്രാധിപത്യ ദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഇത് കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രഭാവങ്ങളിൽ എവിടെയെങ്കിലും വ്യാഴം നിൽക്കുന്നു, പക്ഷെ ആ നിൽക്കുന്ന വ്യാഴം സ്വക്ഷേത്രമോ മൂലക്ഷേത്രമോ അതുപോലെ ഉച്ചരാശിയോ ഉച്ചക്ഷേത്രമോ അല്ലാതെ നിൽക്കുകയാണെങ്കിൽ അതിന് കേന്ദ്രാധിപത്യ ദോഷത്തിലേക്ക് വരും. അപ്പം നല്ലത് ചെയ്യുന്നതിന് പകരം അത് തിന്മ ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ നിലവിൽ പേടിക്കേണ്ട, ഇടവം കൂറുകാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല, വ്യാഴം ഇപ്പം മാറാൻ പോകുന്നത് മിഥുനം കൂറിലേക്കാണ്, മിഥുനം രാശിയിലേക്കാണ്. അപ്പൊ മിഥുനം രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ബന്ധുഗ്രഹമായ ബുധന്റെ ക്ഷേത്രമാണ് മിഥുനം. അപ്പം വ്യാഴം അവിടെ പൂർണ്ണ ഫലമാണ് അവിടെ നൽകുന്നത്. അപ്പം ഇടവം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകേരം ഇവർക്ക് വളരെ നല്ല സമയമാണ് അടുത്ത വ്യാഴമാറ്റത്തോടുകൂടി. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ബാക്കിയുള്ള അങ്ങോട്ടുള്ള നക്ഷത്ര ജാതകരെ ഇനിയുള്ള കൂറുകളെ പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ്. അപ്പം ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾ തീർച്ചയായും വൈഷ്ണവ പ്രീതി, മഹാവിഷ്ണു പ്രീതി നേടി മുന്നോട്ട് പോവുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ മാസത്തിൽ ഒരു തവണ, എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തുന്നതാണ് വളരെ ഉത്തമം. അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാട് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിഷ്ണു മന്ത്രമായ ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ദായ് സർവവിഘ്നോപശാന്തി, ഈ മന്ത്രം ദിവസവും ജപിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് പൂർണ്ണ ഐശ്വര്യം, വ്യാഴത്തിന്റെ പൂർണ്ണ ഐശ്വര്യം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം വ്യാഴമാറ്റം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.